ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, എൻ്റെ ലാപ്ടോപ്പിന് ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഫാന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഹീറ്റ് ആവുകയും അതേപോലെ തന്നെ അത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ ഒരു 1500-2000 ഒക്കെയാണ് അതിൻ്റെ കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഷോപ്സ് അത്ര അവൈലബിൾ അല്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് വല്ലാതെ ഉപയോഗിക്കാറില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അത് റിപ്പയർ ചെയ്യുന്നതിന് പകരം ഞാനതിനെ താഴെ വെക്കുന്നതിനായിട്ടൊരു ഫാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കൂളിംഗ് പാഡ്. നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പേരിതാണ്, ലാപ്ടോപ്പ് കൂളിംഗ് പാഡ് എന്നാണ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ കാണാനായിട്ട് സാധിക്കും. ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ USB പവേർഡ്, പിന്നെ 125 mm ഫാൻ വിത്ത് ബ്ലൂ LED എന്നൊക്കെ പറഞ്ഞിട്ട് സൈലൻറ്റ് ഓപ്പറേഷൻ ആണെന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇതെവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, എയർ ഫ്ലോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലാപ്ടോപ്പ് സൈസ് ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് കൊടുത്തിട്ടുണ്ട്, പവർ കൺസപ്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ പ്രൈസ് ഇതിവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. 550 ആണ്. 549 ഓക്കെ, 550 തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പാക്കേജ്. അപ്പോൾ നമ്മൾ കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ലാപ്ടോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ പുറകുവശം നോക്കാം. ഓക്കെ, ഇതിൽ പിന്നെ നമുക്കുള്ളത് ഇതാണ്. ഇതുപോലെ ഒരു USB ഉണ്ട്, USB കേബിൾ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ലാപ്ടോപ്പിന് കണക്ട് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതിന് അടിയിലായിട്ട് ഒരു ലെഗ് ഉണ്ട്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെഗ് ഇതേപോലെ ആക്കി വെക്കാം. ലെഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണിത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് ലാപ്ടോപ്പ് വെച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് ലാപ്ടോപ്പിന് അടിയിൽ വെക്കുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൻ്റെ ഒരു USB പോർട്ട് ഇതിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് വെക്കണം. ഇതിൻ്റെ എഡ്ജ് നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട്. ആ രണ്ട് സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കാം. ഓക്കെ, സോ വളരെ എന്താ പറയുക, ലാപ്ടോപ്പിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാറ്റാണ് വരുന്നത്. യൂഷ്വലി നമ്മളൊരു ഫാനിന് മുന്നിൽ കൈ വെക്കുമ്പോൾ അത്ര വലിയ കാറ്റൊന്നുമില്ല, കാരണം ലാപ്ടോപ്പിന് അത്ര കാറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ വളരെ കൂളായിട്ട് നോർമലായിട്ടുള്ള എയർ വരുന്നുണ്ട്. അപ്പോൾ ഈ നമുക്കിതിൻ്റെ മുകളിലേക്ക് ലാപ്ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ ലാപ്പിന് കീഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ് ആണ്. ലാപ്ടോപ്പിന് ആവശ്യമായിട്ടുള്ള എയറൊക്കെ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഞാനിത് ലാപ്ടോപ്പിന് കീഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആണ് ലാപ്ടോപ്പിന്. ഇപ്പോൾ ഹീറ്റാവുന്ന പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിന് ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഈ ഫാൻ ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ലാപ്ടോപ്പ് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പം എല്ലാം ക്വിക്കായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പ് ആ ഒരു ഹീറ്റാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ബഫറിങ് ആയിരുന്നു. നെറ്റ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലും ലാപ്പ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്.
അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിന് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.